നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് TV ആയിട്ടും അതുപോലെ വിൻഡോസ് PC ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനായിട്ട് നിങ്ങൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് TV ഇൻസ്റ്റാൾ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് 2 ഫയൽസ് വേണം. ഈ 2 ഫയൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ റഫേഴ്സ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ISO ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് ഇതാദ്യം ബൂട്ടബിളായിട്ട് റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്യുക. ബൂട്ട് മെനുവിലോട്ട് പോവുക. ഇവിടെ നിങ്ങൾ പെൻ ഡ്രൈവിൻ്റെ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാളേഷനിൽ പോവുക. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് TV എന്ന് പറഞ്ഞിട്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എന്നിട്ട് ext4 കൺവേർട്ട് ചെയ്ത് യെസ് കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത ഉടനെ നിങ്ങൾ റൺ ആൻഡ്രോയിഡ് TV കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഒരു ആൻഡ്രോയിഡ് TV ഇൻ്റർഫേസിലോട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്ലേ സ്റ്റോർ വഴിയൊക്കെ നിങ്ങൾക്ക് ഫുള്ളി ഫങ്ഷണൽ ആൻഡ്രോയിഡ് TV പോലെ തന്നെ യൂസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക.